ഞെട്ടിക്കുന്ന അഴിമതിയാണ് ഈ കോവിഡ് കാലത്ത് ഇവിടെ നടന്നതെന്നുള്ളതാണ് CAG റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. 300% വർധനവാണ് PPE കിറ്റിന്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. വ്യാജ കമ്പനികളിൽ നിന്ന് അവർ ഡീലുകൾ ഉണ്ടാക്കുകയായിരുന്നു. രാജ്യം മുഴുവൻ, ലോകം മുഴുവൻ കോവിഡിനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ ഇവിടെ മനുഷ്യത്വരഹിതമായ കൊള്ളയാണ് CPM ഗവൺമെന്റ് നടത്തിയത്. മാത്രമല്ല, അന്നത്തെ ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും കേരളം നമ്പർ 1 ആണ്, കേരളത്തിലാണ് ഏറ്റവും മികച്ച കോവിഡ് പ്രതിരോധം ഉള്ളത് എന്നൊക്കെയുള്ള വലിയ വ്യാപകമായിട്ടുള്ള ഒരു PR പ്രചരണം നടന്നിരുന്നു. പക്ഷെ അതൊന്നും അല്ല സത്യം. കോവിഡിന്റെ ഈ ദുരിതകാലത്ത് മനുഷ്യത്വരഹിതമായ കൊള്ളയായിരുന്നു CPM ഗവൺമെന്റ് നടത്തിയിരിക്കുന്നത്. പിണറായി വിജയനും KK ശൈലജയും ഇതിന് കൃത്യമായ മറുപടി പറഞ്ഞേ മതിയാവുള്ളൂ. കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറഞ്ഞേ മതിയാവുള്ളൂ. അല്ല, അത് CPM എപ്പോഴും എടുക്കുന്ന ഒരു സമീപനം അതാണ്. കൊള്ള നടത്തുക, എന്നിട്ട് വലിയ പ്രചാരണം നടത്തുക, ഞങ്ങൾ PR പ്രചരണം നടത്തുക, എന്നിട്ട് അതിനെ ന്യായീകരിക്കുക എന്നുള്ളത് ഈ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അവരെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷെ ജനങ്ങൾക്ക് ഈ സർക്കാരിനെ സംബന്ധിച്ച് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് CAG റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. തീർച്ചയായിട്ടും അത് നേരത്തെ തന്നെ എല്ലാ രാഷ്ട്രീയ സംഘടനകളും BJP ഉൾപ്പെടെയുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് എല്ലാം വളരെ ഇക്കാര്യത്തിൽ ഒരു ശരിയായ നിലപാടാണ് എടുത്തത്. അത് സാധൂകരിക്കപ്പെടുകയാണ് ഇപ്പോൾ. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്.